അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരം കാണാൻ മോഹൻലാൽ കാൻസസ് സിറ്റിയിൽ ഗോട്ടിന് കാണാൻ ലാലേട്ടൻ എത്തിയെന്ന്. നേരെ തിരിച്ചല്ലേ? മോഹൻലാൽ അവിടെ ചെന്നപ്പോൾ മെസ്സി ഓടി വന്ന് കാണും. കാരണം മെസ്സി ഒരു 1-ാം നമ്പർ ഫുട്ബോളർ ആണെങ്കിൽ 7-ാം നമ്പർ സിനിമാ താരം വന്നപ്പോൾ മെസ്സി അവിടെ വരേണ്ടതാണ്. കാരണം മോഹൻലാലിനുള്ള അത്ര ആരാധകരൊന്നും മെസ്സി കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല വൺ ആൻഡ് ഓൺലി ഇത് കംപ്ലീറ്റ് മെസ്സി ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. മനസ്സിലായോ? അത് മെസ്സി എന്ന് പറഞ്ഞാൽ വെറും മെസ്സിയാ, മെസ്സി ഏട്ടനൊന്നും അല്ല. ഇത് ലാലേട്ടനാണ് എന്നിരിക്കുന്നത്. ലേട്ടൻ ലേട്ടൻ ടൺ ടൺ ടെൻ ടൺ ടണ ടൺ ടൺ ഇതൊക്കെ ചെന്നെന്നുള്ളത് മെസ്സി അവിടെ ചെന്ന് കാണും കേട്ടോ മിക്കവാറും. അത് ഫോട്ടോ എടുത്തിടാത്ത ഉടനെ തന്നെ ഫോട്ടോ വരുന്നതായിരിക്കും. ആരാധകർ ആരെങ്കിലും ഏലും വല്ലതും ഉണ്ടാക്കിയിട്. അല്ലെ അവിടെ പോയിട്ട് ഇയാൾ പോയി ഇതൊക്കെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ടീം തന്നെ കണ്ടോടെ എനിക്ക് ആരാന്നറിയത്തില്ല. പോയേക്കുക ഫുട്ബോൾ കാണാൻ. ആദ്യം ബ്രസീലിനെ സപ്പോർട്ട് ചെയ്ത് ബ്രസീൽ കട്ടയും മടവും മടക്കി. ഇപ്പം അർജന്റീനയെ സപ്പോർട്ട് ചെയ്യാനെന്ന് പോയി ഇനി അർജന്റീനയ്ക്ക് സെമി തോക്കണം. ഈ ഭാഗ്യത്തിന് ഇത് വരുന്ന എഫക്റ്റ് തുടങ്ങിയിട്ടില്ല. അന്ന് അറിഞ്ഞില്ല ആരും ഈ സാധനം പോകുന്നുണ്ട്. ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും അർജന്റീന തീരും, അർജന്റീന സെമി തോക്കും. അതും ജേഴ്സി ഒക്കെ ഇട്ടാ നിൽക്കുന്നത്. കണ്ടൂടെ ഐറ്റങ്ങളൊക്കെ. അയ്യോ എവിടെ നിന്ന് പോയതാണ്. കൂടെ പിന്നെ രണ്ടുപേര് ഷർട്ടൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഉണ്ട് കൂടെ നിൽക്കുന്നവർ. അണ്ണന്മാർ രണ്ടുപേര് അർജന്റീന എന്നൊക്കെ എഴുതിയ ടീഷർട്ടൊക്കെ ഇട്ട് വേറെ രണ്ടുപേര്. അയ്യോ ഇയാളൊക്കെ എന്തിന് പോകുന്നതാണ് ഇവിടെയൊക്കെ. ചുമ്മാ അങ്ങ് പോയേക്കുക. റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും അല്ലേ? റീച്ച് കുറഞ്ഞാണ്. ഫീൽഡ് ഔട്ട് ആകുന്ന സമയത്ത് ഓരോരുത്തരോരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബുദ്ധ സന്യാസി ആയിരുന്നു. 63-ാം വയസ്സിൽ ടിബറ്റിൽ വെച്ച് മരിച്ചു. പൂർവ്വജന്മ രഹസ്യം വെളിപ്പെടുത്തി ലെന. ഇതേപോലത്തെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങാണ്ട് മുന്നേ ഉള്ള ഒരു മുൻ ഭർത്താവ് പറഞ്ഞെന്ന് സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നതെന്ന്. ഇപ്പോഴും ഞാനും പറയുവാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത്ര നോർമൽ അല്ല ആൾക്കാർ പറയുന്നത്. എനിക്കറിയത്തില്ല ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നോ. നേരത്തെ ആ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ എന്തോ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ നടത്തില്ല. പക്ഷേ മുൻജന്മത്തിൽ സന്യാസി ആയിരുന്നു എന്നൊക്കെ പറയുന്ന സംഭവം അതത്ര നല്ലതല്ല. ലെന ഇങ്ങനെ ഇറങ്ങി നടന്ന് കുറേ ആയി പറയുന്നു. ഇനി മിക്കവാറും ആൾക്കാർ ട്രോളാൻ തുടങ്ങും, കളിയാക്കാൻ തുടങ്ങും. പക്ഷേ ഇവർക്കതൊന്നും ഒരു ബാധിക്കുന്നില്ല അങ്ങോട്ട്. ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കോമഡി ആയി പോകും. ഓൾറെഡി കോമഡിയാണ്, പക്ഷെ അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയ്ക്കങ്ങ് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു ലെവലല്ല പറയുന്നത്. ഇനിയിപ്പോൾ അത് ആ തരത്തിലോട്ടാവും. കാരണം എല്ലാവർക്കും മനസ്സിലാകാൻ ഒരു സമയം എടുക്കുന്നതേ ഉള്ളത്. ആദ്യം ഈ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്കും മനസ്സിലാവും ഇത് പ്രശ്നമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. മഹാമണ്ഡത്തരമാണെന്നൊക്കെ ഉള്ളത് പിന്നെ തെളിയത്തുള്ളൂ. പിന്നെ ആൾക്കാർ പറഞ്ഞ് നല്ലപോലെ ഏറി കയറ്റി വിടുമ്പോൾ ഒതുങ്ങുമായിരിക്കും. ഇതൊക്കെ എന്തുദ്ദേശിച്ച് ഇറങ്ങുന്നതെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് അടുത്ത് തന്നെ ട്രോളൊക്കെ മേടിച്ച് ആൾക്കാർ വെറുതെ കാളിയാക്കി തുപ്പി എറിയും. തൂറി എറിയത്തില്ല, ചുമ്മാ തുപ്പി കളയത്തേ ഉള്ളൂ. അതാണ് ലെനയ്ക്ക് വരാൻ പോകുന്ന സാധനം. ലെനയ്ക്ക് അതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ഉടവയ്പും പറഞ്ഞ് ഈ മണ്ടത്തരവും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അതിലും ഭേദം പറയാതെ വീട്ടിലെങ്ങാനും കുത്തിയിരിക്കും. എന്തിനാ